നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ പിതാവ് മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രകോപനത്തിനിടയാക്കിയത് രാത്രിയിൽ മൊബൈലിൽ പാട്ടുവച്ചതെന്ന് പോലീസ്. രാമക്കൽമേട്ട് ചക്കക്കാരം സ്വദേശി പുത്തൻ വീട്ടിൽ ഗംഗാധരൻ നായരാണ് കൊല്ലപ്പെട്ടത്. അറസ്റ്റിലായ പിതാവ് രവീന്ദ്രൻ നായരെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാത്രിയിലാണ് അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവിന്റെ മർദ്ദനമേറ്റ് മരിച്ചത്. രാത്രിയിൽ മദ്യപിച്ചെത്തിയ മകനും അച്ഛനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. പിന്നീട് രവീന്ദ്രനും ഭാര്യയും ഉറങ്ങാൻ പോയി. തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഗംഗാധരൻ കിടപ്പുമുറിയിലെത്തി കട്ടിലിൽ കിടക്കുകയും മൊബൈൽ ഫോണിൽ പാട്ട് വയ്ക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഇയാൾ അല്പസമയത്തിനകം ഉറങ്ങിപ്പോയി. എന്നാൽ പാട്ട് നിർത്തിയിരുന്നില്ല. രവീന്ദ്രൻ പലതവണ പാട്ട് നിർത്തുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫലം കാണാതെ വന്നതോടെ ഗംഗാധരന്റെ മുറിയിൽ എത്തി കാപ്പി വെടിക്ക് തലയ്ക്കടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ നിലത്ത് വീണ ഗംഗാധരന്റെ തലയിൽ നിന്നും രക്തം വാർന്ന മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അയൽവാസികളെ മകൻ ബോധം കെട്ടു വീണുവെന്ന് രവീന്ദ്രൻ അറിയിച്ചു. മുറ്റത്ത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോയി മടങ്ങുമ്പോൾ മെറ്റലിൽ തലയിടിച്ച് വീഴുകയായിരുന്നുവെന്നാണ് രവീന്ദ്രൻ നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ വാഹനം ഓടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറോടും ആശുപത്രിയിലെ ഒരു ഡോക്ടറോടും താൻ വടിയെടുത്ത് അടിച്ചിരുന്നതായി പറഞ്ഞതാണ് നിർണായകമായത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വടികൊണ്ട് തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ഇതോടുകൂടി രവീന്ദ്രനെ കമ്പംമെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.